ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങുമ്പോൾ ദൈവം തരുന്നൊരു ആലോചനയുണ്ട്. നീ മിണ്ടാതെ ഇരിക്കുക, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ സന്ദേശം ഇന്ന് നിങ്ങൾക്ക് നൽകിത്തരുന്നത്, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു മറുപടി കിട്ടുന്നില്ല, ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല, ഒരു വിടുതൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യായം അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് കർത്താവ് നിങ്ങളോട് ആ ദൂത് പറയുകയാണ്. 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഹല്ലേലൂയ. ദൈവമക്കൾ എല്ലായിടത്തും പ്രതികരിക്കണ്ട എന്നാ പറഞ്ഞത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എല്ലാറ്റിനും മറുപടി കൊടുക്കണ്ട. ചില മേഖലകളിൽ സൈലന്റ് ആയിരിക്കേണ്ട സമയമുണ്ട്. സൈലന്റ് ആയിരിക്കുക. ആ മേഖലയിൽ ദൈവം അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. 46-ാമത്തെ സങ്കീർത്തനം പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ, പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ദൈവം ഒരു ദൈവപൈതലിനോട് ഇടപെടുന്ന രീതി എങ്ങനെയാണ്, ഒരു ദൈവപൈതൽ ദൈവത്തോട് എങ്ങനെ പറ്റിയിരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. എല്ലാവരും മാറിപ്പോയാലും കർത്താവ് മാറുന്നില്ല. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴുന്ന ഭൂകമ്പം ഉണ്ടായാലും, വെള്ളം ഇരച്ചു കലങ്ങിയാലും, കോപം കൊണ്ട് നിറഞ്ഞാലും, ഒരു നദിയുണ്ട്, വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി. അധികാലത്ത് തന്നെ ദൈവം അതിനെ സഹായിക്കും. ആമേൻ. അപ്പോൾ വലിയ പ്രതികൂലങ്ങളും ഓളങ്ങളും കൊടുങ്കാറ്റുകളും ഉലച്ചു കളയുന്ന, പറിച്ചു കളയുന്ന രീതിയിൽ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ ഒരു നദിയുണ്ട്. അധികാലത്തെ ദൈവം നമ്മെ സഹായിക്കുവാൻ വരും. അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, രാജ്യങ്ങളുടെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും, വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. നീ മിണ്ടാതിരിക്കെ, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് സൈന്യമുണ്ട്, ദൈവത്തിനൊരു സൈന്യമുണ്ട്. സൈന്യങ്ങൾ ഉള്ള ദൈവം എന്ന് പറഞ്ഞാൽ, ഞാൻ സൈന്യത്തെ ഉണ്ടാക്കണ്ട, ഞാൻ ശക്തിയെ സംഭരിക്കണ്ട, ഞാൻ യുദ്ധം ചെയ്യണ്ട, സൈന്യങ്ങളുള്ള ദൈവം യുദ്ധം ചെയ്യും. ആമേൻ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ മിണ്ടാതിരുന്നു. എവിടെയൊക്കെ നമ്മളോട് മിണ്ടാതിരിക്കാൻ ദൈവം പറയുന്നുണ്ടോ, അവിടെയൊക്കെ ദൈവം പ്രവൃത്തിയിലാണ്, ദൈവം ആക്ഷനിലാണ്, ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ഇടപെടേണ്ട മേഖലകളിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഗോലിയാത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ആമേൻ. ദൈവം ജീവിക്കുന്നവൻ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് അറിയുവാൻ, നമ്മുടെ ഇടയിൽ നമ്മിലുണ്ടെന്ന് അറിയുവാൻ, ചിലപ്പോൾ ഒത്തിരി നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോഴും ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി. കർത്താവേ, ഇത് നിനക്ക്, യഹോവേ, 119-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം. എനിക്ക് പ്രവർത്തിക്കാനല്ല, ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ അങ്ങ് പ്രവർത്തിക്കണം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഹല്ലേലൂയ. അതേ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടോ പ്രവർത്തിച്ചിട്ടോ ഇടപെട്ടിട്ടോ പിന്നാലെ നടന്നിട്ടോ പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേറ്റ് വരും. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം. ദൈവം പ്രവർത്തിക്കും. നമ്മുടെ ന്യായം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, നമ്മുടെ നീതിയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ നിഷ്കളങ്കത്വം അംഗീകരിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കുവാനുള്ള ദൈവം സമയത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കും. ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിൽ യഹോവയായ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാനായി ഒരു യാഗം കഴിച്ച് പ്രാർത്ഥിച്ച സംഭവമാണ് 18-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ കാണുന്നത്. യഹോവ ആരാണ്, യഹോവ ജീവിക്കുന്ന ദൈവമാണെന്ന് അവിടെ ദൈവം വെളിപ്പെടുത്തുവാനിടയായി. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും യഹോവ ആരാണെന്ന്, ദൈവം ആരാണെന്ന്, ഞാൻ സേവിക്കുന്ന കർത്താവ് ആരാണെന്ന് ഒന്ന് വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്നാൽ ദൈവം ശക്തിയോടെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഇടയാകും.
ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ചെങ്കടലിന് മുമ്പിലേക്ക് വരികയാണ്. അവർ പകച്ചുപോയി. പിന്നാലെ ഫറവോനും സൈന്യവും കൂടിയപ്പോഴേക്കും അവർ ഞെട്ടിപ്പോയി. അവർ വഴിയിൽ എങ്ങുമല്ലാത്ത രീതിയിൽ അവർ കൊല്ലപ്പെടുമല്ലോ എന്ന് ഭയപ്പെട്ടപ്പോൾ മോശ പറഞ്ഞ മറുപടിയാണ് 14 അധ്യായം 13-14 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം. അതിന് മോശ ജനത്തോട് ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ആമേൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ആമേൻ. നമ്മൾ പിറുവിറുക്കാതിരുന്നാൽ മതി, നമ്മൾ സംശയം പറയാതിരുന്നാൽ മതി. കർത്താവേ നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ പിറുവിറുക്കരുത്. ആകുലം, ഭയം ഇതൊന്നും പറയണ്ട. യഹോവ നിങ്ങൾക്കൂടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഹല്ലേലൂയ. യഹൂദ ബാലന്മാർ നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞ മറുപടിയും അതിനോട് ചേർന്ന് വരും. ദാനിയേൽ പ്രവചനം 3 അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. നെബൂഖദ്നേസർ പറയുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? ഉടനെ യഹൂദ ബാലന്മാർ പറയുന്ന മറുപടി, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് വിടുവിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിന് ദേവൻ ആരാണ്, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് കളിയാക്കുമ്പോൾ അതിൻ്റെ മറുപടി ദൈവം പറഞ്ഞോളും. അപ്പൊ എല്ലാറ്റിനും നമ്മൾ മറുപടി പറയണ്ട. യഹോവയായ ദൈവം മറുപടി തരും, മറുപടി പറയും. ആമേൻ. ദൈവത്തിന് അവസരം കൊടുക്കുക. ദൈവമാണ് ഇടപെടുന്നത്. നമ്മൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ദൈവം പ്രവർത്തിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. അതിന്റെ നീതി വെളിച്ചം പോലെ വിളങ്ങി വരുവോളം തന്നെ ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളൂ. ദൈവം അവൻ ഉന്നതനാണ്, അവൻ പ്രവർത്തിക്കും. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ലോകത്തിന് മുമ്പാകെ നമ്മൾ ശബ്ദിക്കാൻ പോകേണ്ട കാര്യങ്ങളെ ദൈവം നേരെയാക്കി തരും. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ദീർഘനാളായിട്ട് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി മനുഷ്യന്റെ പിന്നാലെ നടന്ന് പല കാര്യങ്ങളും വാതിൽ കൊട്ടിയടച്ച് ഉപേക്ഷിക്കുന്ന സമയത്ത് കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, കർത്താവെ, ഞങ്ങൾ മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാകയാൽ ഈ മക്കൾ കർത്താവെ വചനം കേൾക്കുന്നു. അവരുടെ ജീവിതത്തിൽ സൈലന്റ് ആയിരിക്കേണ്ട മേഖലയിൽ കർത്താവിൻ്റെ പാതയുടെ കാൽച്ചുവട്ടിൽ സൈലന്റ് ആയിട്ടിരിക്കുവാനും കർത്താവെ, ലോകത്തിന് മുമ്പാകെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കും. കാത്തിരിക്കുന്നവർ ലജ്ജിക്കാൻ സമ്മതിക്കുകയില്ല. നിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന മക്കൾ ലജ്ജിക്കരുത്. അവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന്, യഹൂദ മക്കൾക്ക് ബാലന്മാർക്ക് വേണ്ടി തീരിറങ്ങി വന്നതുപോലെ മക്കളുടെ വിഷയത്തിൽ ഇറങ്ങി വന്ന്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണ്, ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ദൈവം ആരാണ്, അവിടുന്ന് പ്രവർത്തിച്ച് കാണിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. വഴികൾ തുറക്കട്ടെ. ഇന്നത്തെ ദിവസം ചില വിടുതലുകൾ നടക്കട്ടെ. കർത്താവെ, നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, അത്ഭുതം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ശാന്തമായിരിക്കുക, കാര്യങ്ങളെല്ലാം നേരെയാകും. കർത്താവ് എല്ലാം ചെയ്യും. ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.